മാസ് കോമഡി ഐറ്റം വേറെ, അടുത്ത ഐറ്റം വേറെ തന്നെ ഒരു ഐറ്റമാണ്. ആ ഐറ്റമായിട്ട് വേദിയിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം കൊച്ചു പ്രതിഭേട്ടൻ ശ്രീ ചേട്ടൻ ആൻഡ് സൂര്യശ്രീ ചേച്ചി. വേറെ പാർവതി, പാർവതി, എന്റെ പാർവതി വിളിച്ചാട്ടോ. ഉണ്ണിയേട്ടാന്ന്. ഉണ്ണിയേട്ടന്റെ തേങ്ങ ഇവിടെ എന്നെ പിടിച്ചോണ്ടിരിക്കും. എത്ര നാളായെന്നറിയാമോ? ഒരു മിർസാക്കായ് ചോദിച്ചാ പറയും ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്തതിന് എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണെന്ന്. പിന്നെ ആകെ ഉള്ള ആശ്വാസം എന്റെ പാർവതി ഉറക്കത്തിൽ ഒരു ആട്ടിൻകുട്ടിയായിട്ട് വരും. ആ ആട്ടുകുട്ടിയെ ഞാൻ മേടിച്ചു കൊടുത്ത കേട്ടോ. ദൈവദോഷം പറയുന്നു. പാർവേ, ആ ആട്ടുകുട്ടിയെ പൊന്നുപോലെ നോക്കണേടി. അതിനെ കരയിക്കരുത്. അതിന് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് നീ പൊന്നുപോലെ നോക്കണേ. എന്നിട്ട് വേണം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി എല്ലാവർക്കും കൊടുക്കാൻ. ആട്ടുകുട്ടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഡൽഹിലാർ ജയിലിൽ എരുമേ. ഓ മിർസാഖാൻ, ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്തതിന് എന്നെ ഇവിടെ കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന മിർസാഖാൻ എനിക്കിഷ്ടമല്ല. അവനെ ഞാൻ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് മിർസാഖാന്റെ 2 എണ്ണം കൊടുത്തിട്ടേ ഞാൻ പോകും. അതാണ് എന്റെ രാജ്യത്തോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കണം. എപ്പോഴെന്നെ കണ്ടാലും അരേ ഗോവർദ്ധൻ, അരേ ഗോവർദ്ധൻ ഇങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ നിന്റെ അരയുടെ അത്ര പൊക്കമുള്ള ഞാൻ എന്ന് വിളിക്കാൻ പറ്റോ? എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോണം. പിന്നെ രാവിലെ അമ്മ കുളിപ്പിച്ചൊരുക്കി കവളത്തൊരു കുത്തും കുത്തി അങ്കൻവാടി കുണ്ണാക്കിയേക്കണം. അല്ലാതെ ചെറുക്ക നിന്നെ ഞാൻ ഇവിടെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ചുകൊണ്ട് നടക്കണാണ്. നീ പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് നാളെ 4:30 വെളുപ്പിന് നിന്നെ കൊണ്ട് ഒരു ഹെൽപ്പ് ഉണ്ട്. എന്ത് കാര്യം? ഒരു 4 പേരെ തൂക്കിക്കൊല്ലാനുണ്ട്. അതിന് ഞാനെന്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം? എന്റെ പൊന്നിടാവേ, നിനക്കറിയാമോ ഈ 4 പേരെ കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ തൂക്കിക്കൊല്ലാൻ നോക്കണം. അച്ചാവള്ളന്നേ. കാരണം ഇവരുടെ കഴുത്തിൽ കുടുക്കിട്ട് ഞാൻ വലിക്കാൻ നേരത്ത് ഇവന്മാരുടെ കനം കൊണ്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് പൊങ്ങി ഇപ്പുറത്ത്. പിന്നെ എങ്ങനെ ചാവണത്? അപ്പൊ അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളൊരു ക്രൂരനാണ്. നിങ്ങൾ എന്തൊരു മനുഷ്യന് ഒരു മര്യാദ വേണ്ടേ? ഈ തൂക്കിക്കൊല്ലണ കണ്ടോ? ഇല്ല. നല്ല കിടുക്കാച്ചിയായിട്ടാ നീ വന്ന. കുറ്റവാളികളുടെ കഴുത്തിൽ കയറ് മുറുകുമ്പോൾ ഞരമ്പ് പൊട്ടുന്ന ഒരു ശബ്ദമുണ്ട്. ആഹാ. പിന്നെ അവരുടെ നഖത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ പൊട്ടുസൂചി അടിച്ചു കയറ്റുമ്പോ അതൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ എന്തൊരു ക്രൂരനായ മനുഷ്യനാണ്. എടാവേ, പിന്നെ ഈ കട്ട വില്ലന്റെ ലുക്കും വച്ച് ഇങ്ങനെ വന്നേച്ച് ആകാശവാണി വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് പറയാൻ പറ്റുമോ? എനിക്കത് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഒന്നുകിൽ നിങ്ങൾ മിർസാഖാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരാച്ചാരും. ആരാച്ചാർ നാട്ടുകാരെല്ലാരെയും കൂടി ആക്കിയതല്ലേ? എന്റെ അച്ഛൻ ഈ 1/2 ലിറ്ററിന്റെ കച്ചവടമായിരുന്നു. ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ പുള്ളിക്ക് ഒന്ന് 1/2 മാത്രം കൊടുത്താൽ പോരാ, ടച്ചിങ് സൈഡ് ഒരു അച്ചാറും കൊടുക്കണം. അപ്പൊ ആൾക്കാർ പറഞ്ഞു 1/2 അച്ചാറ്, 1/2 അച്ചാറ്, 1/2 അച്ചാറ്. അങ്ങനെ ആരച്ചാറായതല്ലേ? അരേ ഗോവട്ടെ, നിനക്ക് നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി? എനിക്ക് നാട്ടിൽ പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നീ എങ്ങനെ പോകും? ഞാൻ ഇവിടുന്ന് എങ്ങനെയാണെങ്കിലും ഞാൻ ഇവിടെ മതിൽ ചാടിയെങ്കിലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും. അതിന് നീ എങ്ങനെ ചാടും? ഏണി പറ്റി ഞാൻ മതിൽ ചാടും. എന്നാ ഈ ചുറ്റുമതിൽ പൊളിക്കും. പിന്നെ നീ ഏണി എവിടെ വയ്ക്കും? നിങ്ങൾ ആവശ്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് നാട്ടിൽ പോണം, നാട്ടിൽ പോണം, നാട്ടിൽ പോണം. സിറ്റ് ഔട്ട് ചെയ്തോ? സിറ്റ് ഔട്ടോ? അതിനേത് വീടിന്റെ? രാവിലെ ചെയ്യണ സിറ്റ് ഔട്ട് ചെയ്യോ? വർക്കൗട്ട്? ഈ എന്നെ പറഞ്ഞ് തിരുത്താൻ നിൽക്കണ്ട. എന്റെ കയ്യിലുള്ള ഈ പോൾ വാൾട്ട് കൊണ്ട് അടിച്ച് നിന്റെ തടി ഞാൻ അടിക്കും. അത് ലാത്തിയാണ് മിർസാഖാൻ. അത് നിനക്ക്, എനിക്കിത് പോൾ വാൾട്ട്. അതുകൊണ്ട് നീ എന്നെ പറഞ്ഞ് തിരുത്താൻ നിൽക്കണ്ട.
security. എനിക്ക് അറിഞ്ഞൂടാ. Pitcher boot. Fire boot. ഹിന്ദി അറിയില്ല. Sorry, മലയാളത്തിൽ പറയാം. ഇടതുകാൽ അകത്ത്, അകത്ത്, വലതുകാൽ അകത്ത്, അകത്ത്, അടുപ്പിക്. അടുപ്പിക്. ഓക്കേ. ഓക്കേ. ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണ് അടിക്കുന്നത്? സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചാട്ടയ്ക്ക് ഞാൻ അടിക്കും. എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല. എനിക്ക് എന്റെ നാട്ടിൽ പോയേ പറ്റൂ. നാട്ടിൽ പോണ്ട എനിക്കൊരു ചായ ഉണ്ടാ? ചായ? ചായ ഉണ്ടാ? ചായ ഞാൻ തരും. ചായ ഉണ്ടാ? അല്ലേ? ഇന്ത്യക്ക് വേണ്ടി എനിക്ക് അത്രയെങ്കിലും ചെയ്യണം. മിർസാ ഖാൻ, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഗോവട്ടൻ. അതെ, അതുകൊണ്ട് ഈ ചായ കുടി. വേണ്ട, വേണ്ട, വേണ്ട. എനിക്ക് ഭയങ്കര ദേഷ്യം ഗോവട്ടൻ. എന്താ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കുടനെ ഒരു കല്യാണം കഴിക്കണം. നല്ല ആഗ്രഹം, നല്ല ആഗ്രഹം. കല്യാണം എത്രയും പെട്ടെന്ന് നിങ്ങൾ കഴിക്കണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ നാട്ടിൽ പോണം. എനിക്ക് എന്റെ മുറപ്പെണ്ണ കാണണം. പാറക്കുട്ടി വേണം. തേങ്ങ ഒതുക്കാനാ? എന്തിന് പാറക്കുട്ടി വേണം? പാറക്കുട്ടി വേണമെന്നല്ല പറഞ്ഞ, പാറക്കുട്ടി വേണമെന്ന്. അത് എന്റെ കല്യാണത്തിന് തീരുമാനം ഉണ്ടാക്ക്. നിങ്ങളുടെ കല്യാണത്തിന് 55 വയസ്സ് പ്രായമുള്ള ഒരു സുന്ദരിയായ യുവതിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണല്ലോ മാട്രിമോണി വഴി. അരെ ഗോവട്ടൻ, വയസ്സാം കാലത്ത് എന്നെ നോക്കാനാണ് പെണ്ണ്, അല്ലാതെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല മിർസാ ഖാൻ. അരെ ഗോവട്ടൻ, എന്റെ ജീവിതത്തിലും ഒരു പെണ്ണ് വരും. എന്നെ എന്റെ ശീലങ്ങൾ മാറ്റി നന്നാക്കാൻ കഴിവുള്ള ഒരു പെണ്ണ് എന്തായാലും വരും ഗോവട്ടൻ. എനിക്ക് വലിയ ഇഷ്ടമാ. നിന്നെ ആരിപ്പിച്ചോണ്ട് കെട്ടിയെടുത്തത്? ഇവിടെ മനുഷ്യൻ മനസ്സിലാക്കി പോണാണ്ട് പിടിക്കണ്ടില്ലേ? വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്നെ വീട്ടുകാരെ കാണാനായിട്ട് ഒന്ന് നാട്ടിലോട്ട് വന്നുകൂടായോ? എടി വർഷത്തിൽ നാട്ടുകാരെ കാണാൻ പറയാൻ ഞാൻ മാവേലിയല്ല. എന്നെ ഇവിടെ ജയിലിൽ പിടിച്ചിട്ടൊക്കെയാണ്. നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയാവോ? തനിക്ക് ഇവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് സത്യമാണോ? പിന്നല്ലേ? ഇല്ല, 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 അരെ ഗോവട്ടൻ, എന്താ സംഭവം? ഇത് മറ്റേ നാട്ടിൽ നിന്ന് വന്ന അരെ ലക്കി, ഞാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളാണ്. കുട്ടി ഏത് കമ്പനിയുടെ ആളാ? മനസ്സിലായില്ലേ? എന്താ ഇങ്ങനെ ഒരു കാര്യമില്ലായിട്ട് വന്ന വഴി അറഞ്ചം പുറത്തേക്ക് ഓവർത്തിട്ട് പൊട്ടിച്ചാരനും ചോദിച്ചാ ഏത് കമ്പനിക്കാരാ? ഇതാണ് ഇവിടുത്തെ മിർസാ ഖാൻ. പിന്നെ നീ എന്നെ വിചാരിച്ച ടേബിൾ ഫാനാണോ? അല്ല, ഇതെന്താ സംഭവം? എനിക്ക് മനസ്സിലായി. പലരും പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളാണ് തോന്നുള്ളതാണ്. അത് വേറെ ഒന്നുമല്ല. ഈസ്റ്റ് ഇട്ടിട്ടിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നപ്പോ ഈസ്റ്റ് തീർന്നു പോയി. അതാണ് പതഞ്ഞ് പൊങ്ങാത്തത്. നമ്പർ 1 ചന്ദ്രകാന്ത ദിൽവാലെ തുലികളിയ മനസ്സിലായില്ല. എന്തുവാ അത്? നീ അതിങ്ങോട്ട് എങ്ങനെയാ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ നാട്ടിലെങ്ങാനും പോ. എനിക്ക് നാട്ടിൽ ജീവിക്കണ്ട. എനിക്ക് ഉണ്ണിയേട്ടന്റെ കൂടെ ഇവിടെ ജീവിച്ചാൽ മതി. വേണ്ട, വേണ്ട, ഇവിടെ ഒന്നാമത് ഇവിടെ ശരിയല്ല. നീ നിന്റെ കാര്യം നോക്കി. ഇല്ല, ഉണ്ണിയേട്ടന്റെ കൂടെ ഞാൻ ഇവിടെ ജീവിക്കും. അതിന് വേണ്ട ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നത്. വേണ്ടത് നീ നിന്റെ കാര്യം നോക്കി വീട്ടിൽ പോവച്ചേ. അവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് എത്ര കൊല്ലം കാത്തിരുന്നിട്ടാണെന്നറിയാമോ ഈ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടെന്നല്ലയോ? ഇതിലും ഭേദം നിങ്ങളെ പ്രേമിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ കണ്ട് ഈ മിർസാക്കാനെ പ്രേമിച്ചാൽ മതിയായിരുന്നു. സത്യാണോ? നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? എടി, ഞാനാണ് ഈ ഇന്ത്യക്ക് വേണ്ടി കിടന്ന് പോരാടുന്ന ആളാ. ഇതോ ഇവിടെ ഈ പോരാടുന്നവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിരുന്ന മനുഷ്യനും. നിനക്ക് ഇയാളെ പറ്റി വല്ലതും അറിയാമോ? എടി, ഒരു ജയിലും കുറച്ച് പ്രതികളെ കണ്ടപ്പോ നീ അങ്ങ് മലകം പറഞ്ഞല്ലേ? എടി, അങ്ങനല്ല ചെയ്യാവുള്ളത്. നീ എന്റെ കൂടെ നിൽക്കണമായിരുന്നു. എടി, ഈ മിർസാ ഖാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി ഞരമ്പ് വരെ കട്ടി. അയാൾ ചെയ്യൂ. ഞരമ്പൊന്നും കട്ടിയുണ്ട്? അങ്ങനെ ബോധമുള്ള ആരെങ്കിലും ഞരമ്പ് മുറിക്കും? അതാണ് പറഞ്ഞത്. നീ ആവശ്യമില്ലാത്ത തീരുമാനം. എനിക്ക് പിന്നെ ആരുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? ഇവിടെ ഷാരൂഖ് ഖാനെ ഒക്കെ പിടിച്ചിട്ടുണ്ടോ? ആരെയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞു. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഷാരൂഖ് ഖാൻ അല്ല, മിർസാ ഖാൻ. കൊട്ടും കൂഴൽ വിളി താളമുള്ളി തുള്ളി
എന്തിനാ എന്നെ പെങ്ങളടിച്ചത്? ആരെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണോ ഇങ്ങനെ കൈ മുറിക്കുന്നത്? ആണോ? നിങ്ങൾ ഇവിടെ ചോര വാർന്ന് മരിച്ചു കഴിഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കൊക്കെ ആരുണ്ട്? ആണോ? ആ, ഓഹോ. മരുന്നൊന്നും കിട്ടിയില്ല കേട്ടോ. മരുന്ന് കിട്ടിയില്ല, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്ത് പരിപാടി മിർസാക്കാൻ കാണിച്ചത്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആവശ്യമില്ലാതെ. പിന്നെ പാർവതി, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഒന്നും കഴിച്ചില്ല. എന്ത് കഴിക്കാത്തെന്താ? ഇല്ല, എനിക്ക് വിശപ്പൊന്നുമില്ല. അരെ കോവട്ടെ. ഒരു മിനിറ്റ് വാ. എന്താ? നോട്ട് കോൾ പാർവതി, എന്റെ ഏട്ടത്തിയമ്മയാണത്. ഏട്ടത്തിയമ്മി? ആ, ഇന്നു മുതൽ നിന്റെ ഏട്ടത്തിയമ്മയാണ്. അവളെ ഞാൻ മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞു. അനാവശ്യം പറയരുത്. നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി മുറിഞ്ഞപ്പോ ഒരു സഹായത്തിന് വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ മരുന്ന് എടുത്തോണ്ട് വരാനൊക്കെ പറഞ്ഞത്. അതിനിടയ്ക്ക് കയറിയിട്ട് നിങ്ങൾ പ്രേമമാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ വേണ്ടി. നമുക്ക് പോകേണ്ടും പോരും, നമുക്ക് പോവാം. അല്ല, ഞാൻ വന്നാൽ ശരിയാവില്ല, നീ പോകാൻ നോക്ക്. എനിക്ക് അങ്ങനെ പറയാം. എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കണം. അല്ല, ഞാൻ വരൂല. മനുഷ്യ എന്റെ കൂടെ നാട്ടിലേക്ക് വരാനാ പറഞ്ഞു. എനിക്ക് വരാൻ പറ്റൂല. എന്താ കാര്യം? എനിക്ക് താല്പര്യമില്ല വരാൻ, അത്രേ ഉള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ നല്ല ജോലിയാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ നാട്ടിലോട്ട്. അത് നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയില്ല ഞാൻ അങ്ങനെ ലെറ്റർ അയച്ചു. ഇവിടെ ഞാൻ നല്ല ജോലിയാണ്, നല്ല സെറ്റപ്പിലാണ് ജീവിക്കണേന്ന്. അല്ല, ഞാനിവിടെ തടവ് പുള്ളിയാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടും. എന്തിന് അമ്മാവ് നമ്മളെ കല്യാണം നടത്തി തരൂ? അതുകൊണ്ടല്ലേ? ദൈവമേ, ഇത്രയും ഒരു കള്ളൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്തെങ്കിലും നിങ്ങൾക്ക് സത്യം പറയായിരുന്നില്ലേ? ഈ കള്ളനെയൊക്കെ കല്യാണം കഴിക്കുന്നതിലും ഭേദം നാണ്ട് ആ നിൽക്കുന്ന മിർസാക്കാനെ കെട്ടുന്നതായിരുന്നു നല്ലത്. ഇത് കൺഫേം ആണെന്ന് അറിഞ്ഞിട്ട് മതി മ്യൂസിക്കടാ. ഓക്കെ ആണോ? കൺഫേം ആണോ? ആണോ? അരെ ഗോവത്തൻ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ വേഗം ഇവിടുത്തെ ജയിലിലെ കാര്യങ്ങൾ നോക്ക്. ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടക്കാനുണ്ട്. വാപ്പോ. നീ എന്ത് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ സെലക്ട് ചെയ്തത്? പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ എങ്ങനെ സെലക്ട് ചെയ്യാതിരിക്കും? കൊള്ളാം രണ്ടുപേരും കൂടെ. കൊള്ളാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എന്റെ മനസ്സിനകത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ല. എന്റെ മനസ്സിലെ ഭർത്താവ് അയാളെന്ന് പറഞ്ഞ കുറച്ച് മനുഷ്യപ്പറ്റൊക്കെ ഉള്ള ഒരാളായിരിക്കണം. എനിക്കുണ്ടല്ലോ. എന്തുണ്ട്? മനുഷ്യപ്പറ്റ്. എല്ലാം സഹിക്കാൻ തയ്യാറാണോ? അങ്ങനെ സഹിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാളെ മാത്രം ഞാൻ വിവാഹം കഴിക്കുന്നതാണ് എന്റെ മനസ്സിനകത്തുള്ളത്. എന്ത് സഹിച്ചോളാം? സഹിക്കൂ. സഹിക്കും. മതി, ഇത് കേട്ടാ മതി. കേട്ടാ ഇതൊന്നുമല്ല മിർസാക്കാൻ. ഇതൊക്കെ അയാൾ പ്രേമം സെറ്റ് ആവാൻ വേണ്ടിട്ട് അയാൾ കാണിക്കുന്ന നമ്പർ അല്ലേ ഇത്? വേറെ ഉണ്ടല്ലോ, ഇങ്ങനെ വേറെ പരിപാടികളുണ്ടല്ലോ. എന്ത് പരിപാടി? എന്നാലും ചെരുപ്പം നോക്ക്. പണ്ട് എന്നെ കൊണ്ട് ജയിച്ചല്ലേ, എന്റെ ചെരുപ്പം നോക്ക്. ചെരുപ്പ് ഞാൻ നോക്കും. പച്ചക്ക് എങ്ങനെ നോക്കും? വല്ല അച്ചാറും കിട്ടുമോ? അച്ചാറൊന്നുമില്ല. വലിയ ആഗ്രഹം നടന്നോണ്ടിരിക്കുന്നു. മിർസാക്കാൻ ആള് മാറിയത് കണ്ടോ? മതി. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോ മാറിയത് കണ്ടോ? അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജീവിതത്തിലേക്ക് കിടക്കാം. ജീവിതത്തിൽ കിടക്കാന്നോ? അങ്ങനെ നമ്മൾ അയ്യോ 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 അയ്യോ, എന്നെ എന്തിനാ തല്ലട? എനിക്ക് തല്ലിയിട്ട് കൊതി തീരുന്നില്ല. എടാ, എന്നെ എങ്ങനെയും എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ. എന്നെ കൊണ്ടുപോ. അവനല്ല, എന്നെ കൊണ്ടുപോകാൻ ആശുപത്രിയിൽ. നിങ്ങളെ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. എന്റെ ഉണ്ണിയേട്ടൻ എനിക്ക് കത്തുകൾ അയച്ചായിരുന്നു ഇവിടെ കിടന്ന് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ട്. അത് മനസ്സിലാക്കി ഇവിടുത്തെ തടവറ കിടക്കുന്ന ഉണ്ണിയേട്ടനെ കൂട്ടുകാരൻ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ വന്നത്. അറിയാമോ? ജയ് ഹിന്ദ്. കൊച്ചു പ്രതിഭേട്ടന്റെ ഒരു ഗോവർദ്ധൻ എന്നുള്ള വിളി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ കാര്യക്കാർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അജയേട്ടാ. ഞാൻ പേടിച്ചു പോയി ആദ്യ ശബ്ദം കേട്ടപ്പോ. അറേ ഗോവർദ്ധനായിരുന്നു. പക്ഷെ പരിചയമുള്ള ശബ്ദമാണല്ലോ. പിന്നെയാണ് മിർസാഖാനെ കാണുന്നത്. പ്രദീപേ, അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഗെറ്റപ്പ്, അത് നല്ല രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചില ഫിഗറൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നല്ല രസമായിട്ട് തന്നെ. ഇതിൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു. കാരണം ആ പാട്ടും ആ ലൈറ്റിനകത്ത് നിന്നിട്ട് സൂര്യയുടെ ഡാൻസും അവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുന്നതും അത് കഴിഞ്ഞിട്ട് മിർസാഖാൻ വരുന്ന അത് നിങ്ങൾ തമ്മിലുള്ള ഡയലോഗുകളും ഒക്കെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എവിടെയോ ഇതൊന്ന് ഡ്രോപ്പായിപ്പോയി. പിന്നെ നിങ്ങൾക്കിത് പൊക്കിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ നല്ല നല്ല കൗണ്ടറുകൾ കുറേയൊക്കെ വന്നു. ആ അരേ ഗോവർദ്ധൻ വിളിക്കുന്നതിൻ്റെ കാരണങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. പിന്നീട് കുറച്ചുകൂടിയൊക്കെ തമാശകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ തോന്നിപ്പോയി. പിന്നെ എന്ത് പറ്റും, എനിക്ക് തോന്നിയത് പ്രദീപ് ഒരു കൺഫ്യൂഷൻ പോലെ തോന്നി. ഒന്ന് സാധാരണ ഇങ്ങനെയല്ല, അങ്ങോട്ട് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിലികിലികിലാന്ന് പോകുന്ന ആളാണ്. ഇതിപ്പോൾ അങ്ങോട്ട് മിർസാഖാൻ കയറിയ കൊണ്ടാണോ അത് പിടിച്ചിട്ട് നടക്കാതെ വന്നാണോ? കാരണം കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി, അത്രേ ഉള്ളൂ. ബാക്കി സ്കിറ്റിനോ അല്ലെ നിങ്ങളുടെ പ്രകടനത്തിനോ ഒന്നും കുഴപ്പമുണ്ടായില്ല. സ്ക്രിപ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാരണം നല്ലൊരു കണ്ടൻ്റായിരുന്നു. അത് നിങ്ങളത് വിചാരിച്ച പോലെ എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണോ ഇനി എവിടെയാണോ മിസ്റ്റേക്ക് എന്നറിയില്ല. പക്ഷെ അത് നമ്മളിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് വന്നില്ല. നെക്സ്റ്റ് പൊളിച്ചെടുക്കണം. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ. ഗെറ്റപ്പ് ഉഗ്രൻ. എന്താ
അടിപൊളി. അത് എനിക്കത് ഭയങ്കര ഇഷ്ടമായത്. ആ എൻട്രി ഒക്കെ ഭയങ്കര പഞ്ചായിരുന്നു. കാരണം അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രമോക്ക് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലായിരിക്കും. അതേപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പച്ചമരുന്ന് എടുക്കാനായിട്ട് കൈ മുറിഞ്ഞതിന് ശേഷമില്ലേ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വലിച്ചിൽ തോന്നിയത്. അതിക്ക് മുന്നേ വരെ നല്ല ടെമ്പോ വരുന്നത്. കാരണം ഒരു കലാപാനി ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും വന്നിരുന്നു. ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജയിലും അറ്റ്മോസ്ഫിയറും നിങ്ങൾ വന്ന് കിടക്കുന്ന സംഭവം എനിക്ക് ആ എഴുതുന്ന സമയത്ത് ആ തിങ്കിങ് പരിപാടിയൊക്കെ നല്ല രസമായിരുന്നു. ഒരു സിനിമാറ്റിക് മൂഡായിരുന്നു. അത് സ്വപ്നം കണ്ടാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരുന്നത്. അതെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കുറേ നല്ല സാധനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ കൈ മുറിഞ്ഞിട്ട് ശ്രീജു മരുന്നെടുക്കാൻ പോയിട്ട് മരുന്ന് കിട്ടാണ്ടിരുന്നാണ് അങ്ങനെ തന്നെയാണ് വന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ശ്രീജുവിൻ്റെ മുഖത്ത് അന്നേരത്ത് വന്ന സമയത്ത് ഞാൻ അവിടെ വെച്ചത് മറന്നുപോയിട്ടാണോ മരുന്ന് കിട്ടാണ്ടാണോ അവിടെ തൊട്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നി. പിന്നെ ഈ പറഞ്ഞിട്ട് ക്ലൈമാക്സ് വരെയും നല്ല വലിച്ചിലുണ്ടായിരുന്നു. അതിക്ക് മുന്നേ വരെ നല്ല കളർഫുള്ള് സാധനം വരുന്നത്. ശരിക്കും സംഭവം ഇതിന്റെ ഫസ്റ്റ് പോർഷനിൽ ഒരു ഏരിയ അങ്ങ് പോയി, സെക്കൻഡ് പോർഷനിലും കുറച്ച് ഏരിയ അങ്ങ് പോയി. അത് കണക്ഷൻ ആയിരുന്നു. പിന്നെ ഈ കണക്ഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കിട്ടുന്നില്ല. പിന്നെ അണ്ണൻ അറിയാന്നുള്ള കൗണ്ടർ വെച്ച അണ്ണനും എനിക്കറിയാന്നുള്ള കാര്യം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ കണക്ഷൻ കറക്റ്റ് ഇത് കറക്റ്റ് കിട്ടുന്നില്ല. ഇത് പറയാനേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച നമുക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഇപ്പൊ പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായി നല്ല കണക്ഷനുള്ള സാധനമായിരുന്നു. കണ്ടന്റും നല്ല രസമായിട്ട് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല കണ്ടന്റ് ആയിരുന്നു. ഇതിന് നിങ്ങൾ ഉദ്ദേശിച്ച കൂടി സാധനം വരികയാണെങ്കിൽ ഗംഭീരമായേനെ. അതിനകത്തൊരു നഷ്ടം വരാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ക്ലൈമാക്സ് വരെ എത്തിയപ്പോൾ ഒരു ചെറിയ വലിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നിങ്ങളുടെ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഗ്രാൻഡായിരുന്നു. ഒരു VIP പരിഗണനയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കിറ്റിന്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാം നടത്തിയാൽ മതി. നോ പ്രോബ്ലം. താങ്ക് യു ചേട്ടാ. അസിസിക്ക ശങ്കളെ, നമ്മുടെ കലാപാനി സ്കിറ്റ് പല വേർഷനിൽ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. കലാപാനി ഈ ഫ്ലോറിൽ തന്നെ തങ്കച്ചൻ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ തങ്കച്ചൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് തോന്നിയത് മിർസാക്കാനായിട്ട് വന്നത് പ്രദീപാണ്. അപ്പോൾ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 3 പേരും. ഞങ്ങൾ പുറത്ത് വെച്ച് നിന്നെ കണ്ടില്ലേ, കണ്ടപ്പോൾ ഞാൻ ബിജുവിൻ്റെ ഒന്ന് പറഞ്ഞു, പ്രദീപിനെ കണ്ട് ഞാൻ കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ ചിരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 2 പോർഷൻസ് 2 സൈഡിൽ നിന്ന് പോയെന്ന്. ഇപ്പോൾ പറഞ്ഞില്ല, ആ ഫസ്റ്റ് സീന് സൂര്യ എന്ത് രസമായിരുന്നു അറിയാം. അങ്ങനെയൊന്നും വേറെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് അത് സ്വപ്നം കണ്ടു കിടക്കുന്ന ലാലേട്ടൻ്റെ ശ്രീജു, പിന്നെ വരുന്ന അടുത്ത മറ്റേ മിർസാക്കാൻ വരുന്നു. ഇത് ഭയങ്കര അവിടം വരെ ആ അരയുടെ കോമഡി വരെ ഭയങ്കര രസമായിട്ട് അങ്ങ് പോയി. സത്യം ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ എന്തോ നിങ്ങൾ പറഞ്ഞതുപോലെ 2 ഭാഗത്തു നിന്ന് അങ്ങ് പോയി, കൈവിട്ട് പോയി അല്ലേ. പിന്നെ ശ്രദ്ധിക്കണം പ്രദീപേ. പിന്നെ പ്രദീപ് മറ്റത് പിടിക്കണോണ്ട് പ്രദീപിലോട്ട് വരാനും പറ്റത്തില്ല. അത് മാത്രല്ല, പ്രദീപ് കുറച്ച് തിരക്കിലേക്കായിരുന്നു. വീടിന്റെ തറക്കല്ലിട ആ പരിപാടിക്ക് പോയിരുന്നു. നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. പ്രദീപിന്റെ ഫാമിലിയും നാട്ടുകാരെയൊക്കെ കണ്ടു. നല്ല സപ്പോർട്ടാണ് പ്രദീപിന് അവിടെ. അതിന്റെ കുറച്ച് അവിടെ മണ്ണടിച്ച് ഫില്ല് ചെയ്യാനും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ അല്ലേ. തീർച്ചയായിട്ടും. എന്തെന്നറിയാമോ, ഇപ്പൊ ശ്രീജു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. 2 സ്ഥലത്ത് നിന്ന് ആ 2 പോർഷൻ പോയപ്പോ തന്നെ ശ്രീജിനൊന്നും ഇല്ലാതായിപ്പോയി അല്ലേ. സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ആ ശ്രീജിനൊന്നുമില്ലാതെ ഞാൻ ആലോചിക്കുന്നത്, ശ്രീജി ഒന്നും പറയുന്നില്ല, കൗണ്ടർ അടിക്കുന്നില്ല. ഞാൻ പോവും. അല്ല, പക്ഷെ വേറെ കാര്യം എന്താണെന്നറിയോ, ശ്രീജുവില് ആ ഒരു നിരാശ കണ്ടിരുന്നു. മുഖത്ത് കിടപ്പുണ്ടായിരുന്നു ശ്രീജുവിന്. അത് പാടില്ല. കാരണം കൈവിട്ട് പോയാൽ പിന്നെ പെർഫോം ചെയ്യാന്നുള്ളത്. കാരണം നിരാശ കാണിക്കാൻ പാടില്ല. അവിടെ എവിടെയായിട്ട് അത് ഇത് ടെലികാസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കുഴപ്പമില്ല, അടുത്തേലെ പിടിക്കാം. അതെ, നമുക്കപ്പോ ഇനി നേരെ മാർക്കിലേക്ക് പോവാ അല്ലേ ബിജുകുട്ടൻ ചേട്ടാ. ഞാനൊരു 8000 രൂപ കൊടുക്കാം. 8000. പക്രു ചേട്ടനോ? ഒട്ടും കുറയ്ക്കുന്നില്ല. 8000. 16,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ആസിസിക്ക റിവീൽ ചെയ്യും. പിടിച്ചോ. 25,000 രൂപയാണ് നമ്മുടെ ശ്രീചേട്ടൻ ആൻഡ് ടീമിന്റെ കാലാപാനി സ്കിറ്റ് നേടിയിരിക്കുന്നത്. സാരില്ല, അവർ പറഞ്ഞതുപോലെ അടുത്ത തവണ കുറച്ചുകൂടെ കോൺസെൻട്രേഷനോടുകൂടി കളിച്ചാൽ മതി. അപ്പൊ നല്ലപോലെ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഫുൾ ഓൺ കൗണ്ടർ സെറ്റ് സ്കിറ്റുമായിട്ട് നിങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കും. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത ഐറ്റം വിളിക്കട്ടെ ഞാൻ. അപ്പൊ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ശംഭു ചേട്ടൻ, ദീപു നാവായിക്കുളം ആൻഡ് ബിജു പൊഴിയൂർ. വേറെ
സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അതുകൊണ്ടാണ് ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വെറും ഡമ്മി 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 ഡമ്മി. ഒരു നായിക ഉണ്ടായിരുന്നു, ക്യാമ്പ് തുടങ്ങിയിട്ട് 10 ദിവസമായി. അച്ഛനും അമ്മേനെ കാണണമെന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോയിരിക്കുക. പിന്നെ ഞാൻ 16-ാമത്തെ വയസ്സിൽ നാടകത്തിൽ വന്ന് അന്നു മുതൽ ഇന്ന് വരെ 55-ാമത്തെ വയസ്സിൽ വരെ എനിക്ക് അമ്മ വേഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 16 വയസ്സ് തൊട്ട് അമ്മ വേഷം. നായകന്റെ അമ്മ, രാജാവിന്റെ അമ്മ, പടന്റെ അമ്മ, എന്തിന് കാട്ടിലെ കഥ പറയണമെങ്കിൽ കൊരങ്ങന്റെ അമ്മ വരെ ആക്കും. അമ്മയാവാനാണ് എനിക്ക് വിധി. എനിക്കിങ്ങനെ ജീവിതം ഇങ്ങനെ മുരടിച്ചു കൊണ്ടുപോവാനേ പറ്റൂ. എന്റെ ഇവിടെ ഇനി എത്ര നാൾ പരിപാടി ചെയ്യും? കുതിരയ്ക്ക് ഞാൻ തന്നെ ഡമ്മി, കുതിരയ്ക്ക് ഞാൻ തന്നെ ഡമ്മി. എന്നിട്ട് അമ്മയെ ഞാൻ ചെയ്യണം, കുതിരയ്ക്ക് ഡമ്മി പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ റിഹേഴ്സലും കാര്യങ്ങളും ചെയ്ത് മറ്റേ നമുക്ക് നാടകം കളിക്കാനുള്ളതാണ്. നാളെയല്ലേ ഫൈനല്? എന്തിനാണ് സ്പെഷ്യല്? സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആഹാരങ്ങൾ, പുറത്തുനിന്ന് ആഹാരം ഒന്നും കഴിക്കണ്ട, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജ് നോൺ വെജ് വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ ഉണ്ട്. ശാലിനി ഇറച്ചി കഴിക്കുവോ? പിന്നെ എന്നാ ഇറച്ചി ഇല്ല, എന്നിട്ട് മാക്ക് നിന്ന് കളിച്ചോളണം. ആരൊക്കെ നിന്ന് കളിച്ചോട്ടെ. ഇന്ന് 10 ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്കറിയണം എന്നെ നായികയാക്കൂലേ എന്നുള്ള കാര്യം. ഇത് കറങ്ങി ചുറ്റി വരുമ്പോ നീ നായികയായിട്ടൊക്കെ വരും. 10 ദിവസമായി ഇവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം അമ്മയല്ലാതെ എനിക്ക് നായികയുടെ ഒരു അംശം പറ്റുന്നു എനിക്ക് തന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നീ സഹകരിച്ച് നീ പോവാ. ഇത്തിരി വേണ്ട, ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ അമ്മയാകുന്നില്ല, നിർത്തി. അത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം? നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി പറയടേ. അത് മാത്രമല്ല, നിനക്ക് ആകപ്പാട് ഒരു മോനല്ലേ ഉള്ളൂ, അവനൊരു കൂട്ട് വേണ്ടേ? പെട്ടെന്ന് ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താ പോരെ. പ്രസവം നിർത്തണമെന്നല്ല പറഞ്ഞത്, അമ്മ വേഷം കെട്ടണത് ഞാൻ അങ്ങ് നിർത്തി. എന്റെ അടുത്ത് എല്ലാരും പറയുക നീ ഇപ്പൊ ഒരു ടൈപ്പാണെന്ന്. ആ ടൈപ്പിന് പോയ സമയത്ത് വല്ല തയ്യലിനും പോയിരുന്നെങ്കിൽ ഈ കോസ്റ്റ്യൂം ഒക്കെ തയ്ക്കാൻ ഞാൻ പുറത്തു കൊണ്ട കാര്യം ഉണ്ടായിരുന്നടി. ഞാൻ അതാണോ പറഞ്ഞത്? എന്നെ കാണുമ്പോ എല്ലാരും പറയുന്നു നീ ഇപ്പൊ ടൈപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഈ സീസണിൽ എനിക്കൊരു അമ്മ വേഷം ഒഴിച്ചൊരു നായിക വേഷം തരാൻ പറ്റുമോ? ഒരു കാരണവശാലും നടക്കണ കേസല്ല പൊന്നപ്പി. അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നായിക വേഷം ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ലടേ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ചെയ്യത്തില്ല. ഉറപ്പാണ്? ഉറപ്പ്, സത്യം. സത്യം. നാളെയല്ലേ പരിപാടി? എങ്കിൽ ഞാൻ ഈ പടി ഇറങ്ങുന്നു. എനിക്ക് ഈ ട്രൂപ്പ് വേണ്ട. ഞാൻ പോകും. നിങ്ങൾ വേറെ ആരും വെച്ച് അമ്മ വേഷം ചെയ്യും. ഞാൻ പോകും. തിരിച്ചു വിളിക്കല് ഞാൻ പോകും. എന്റെ കാര്യം നോക്കി പോടി നീ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് പകരം വരുന്നത് ആർട്ടിസ്റ്റിന്റെ അടുത്ത് എന്നെ പോലെ ഒന്നും കാണിക്കരുത്. ശാലിനി കരയണ്ട, കരഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്ക് വരത്തില്ല. നീ പോകുന്നോണ്ട് കരഞ്ഞല്ല ഞാൻ. പിന്നെ ബാഗ് എടുത്ത് എന്റെ കാലിലാണ് ഇട്ടത്. എന്തൊരു ഇതിനകത്തിരിക്കണത്. അയ്യോ എന്തൊക്കെ പറക്കിട്ടോളൂ. അയ്യോ കർട്ടൻ കെട്ടാൻ വെച്ചിരുന്ന കല്ലൊക്കെ അതാ പറക്കൊണ്ട് പോണ്. നിനക്കെന്തിനടി കല്ല്? വീട്ടിൽ പണി നടക്കയില്ല, ഇതെങ്കിലും എനിക്കൊരു ഉപകരിക്കരുതെന്ന് പറഞ്ഞു ഞാൻ പോണു. എന്നെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ പോവും. ശാലിനി ഞാൻ പോവും. ശാലിനി ഈ സമിതിയിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവളാ നീ. 8 വർഷം. എന്നോട് നീ ഒന്നും പറയണ്ട. ഇതിലുള്ള ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പൊടി. ശാലിനി നന്ദി കേട്ട് കാണിക്കത്തില്ല. 18 വർഷം ഈ നാടക ട്രൂപ്പിലെ ഉപ്പും ചോറും തിന്നവളാ ഞാൻ. ഈ ട്രൂപ്പിനോട് എനിക്ക് കൂറുണ്ട്. അതുപോലെ ഇതിലെ നാടക പ്രവർത്തകരോടും നാടകം കഴിഞ്ഞ് രാത്രികാലങ്ങളിൽ നമ്മളെ വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും കൊണ്ടെത്തിക്കുന്ന സാരഥിയോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വർഷം എന്നെ നാടക ട്രൂപ്പിൽ നിർത്തിയ അങ്ങയോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ ട്രൂപ്പ് പോലീസിന്റെ നിലം പൊട്ടിയാൽ എന്നിട്ടേ ഇത് പണം പിടിക്കത്തുള്ള. ഞാൻ പോണം. എന്നെ വിളിക്കരുത്. വണ്ടി വരുമ്പോ ഞാൻ കയറി പോകും. വിളിക്കരുത്. വണ്ടി വരുമ്പോ ഞാൻ കയറി പോകും. നീ അഭിനയിക്കൂലേ? വണ്ടി വരട്ടെ, ഞാൻ കയറി പോകും. വേണ്ടേ നീ വേണ്ട. എനിക്ക് എന്റെ പഴയ ആശയുണ്ടടി കേട്ടോ. ആശ വിളിക്കുന്നല്ലോ. ഹലോ ചേട്ടാ. ഓ മോളെ ഇറങ്ങിയോ? ഫൈനലും ചെയ്ത് നാളെ കയറാനുള്ളതാണ്. ചേട്ടാ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഓ കുഴപ്പമില്ല. എനിക്കൊരു തെലുങ്ക് സിനിമയിൽ നായികയായിട്ട് വേഷം കിട്ടി ചേട്ടാ. തെലുങ്കോ? ആ സത്യം ചേട്ടാ, എനിക്ക് വരാൻ പറ്റത്തില്ലേ. ചേട്ടൻ വേറെ ആളെ നോക്കണേ. സോറി ചേട്ടാ, സോറി. അയ്യോ വരത്തില്ല. വണ്ടിയും വരൂല സമയത്ത്. എന്തോ എന്തോ ഏജൻസിക്കാരനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, പിന്നെ പെട്ടെന്ന് നമുക്കൊരു നായിക കിട്ടാൻ വല്ല വഴിയുണ്ടാ? ഇല്ലല്ലേ? ശരി. അയ്യോ പൊളിഞ്ഞു. ഞാനിപ്പോ എന്തൊരു പറയൂ എന്തോ. നാടകവും കയറണം.
നല്ല കപക്കൂറുള്ള ശരീരം തോന്നുന്നു. ശാലിനി ശാലിനി മോളെ. ശാലിനി അമ്മാന്ന് വിളി. പിന്നെ ശാലിനി പോ. കണ്ടേ, ആര് പറഞ്ഞു നിനക്ക് പ്രായമായെന്ന്? നീ സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളി. താണ്ട ഇതൊക്കെ ഒന്ന് കറുപ്പിച്ചെടുത്താ കിടുക്ക്. നീ അടിപൊളിയാണ്. ഇത് റൂട്ട് ഇപ്പൊ എങ്ങോട്ട് കൊണ്ട് പോണത്? സംഭവം വേറെ ഒന്നും അല്ല. നീ വന്നാണ് ഞാൻ കാര്യം പറയട്ടെ. വണ്ടി വരുമ്പോ ഞാൻ അങ്ങ് പോവും. മക്കളിഞ്ഞ് വാ. പറ. ശാലിനി വേറൊന്നും അല്ല, ആശ വിളിച്ചായിരുന്നു. ഓ, ആശ വിളിക്കുന്ന എനിക്കെന്ത്? ആശയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, പകരം വേറൊരാളെ വെക്കാമോ എന്നിട്ട് ചോദിച്ചു. വെക്കണം, നിങ്ങളുടെ സമ്മതിയല്ലേ, നിങ്ങൾക്ക് വെച്ചൂടെ? ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു നായിക എന്ന് പറയുന്നത് നീയാണ്. നീ സത്യമായിട്ടും സത്യം പറ്റിക്കരുത്. പറ്റിക്കത്തില്ല. ഞാനാ നായിക. ചുമ്മാ കണ്ടൊരു ദിവസത്തേക്കുള്ള നാളെ നമുക്ക് വേറെ ആള് വരും. ഇത് ചുമ്മാ നമ്മൾ വെറുതെ പറ്റിച്ചത്. വലിയ കൈ നിൽക്കൂലേ സാധനം, എന്നാൽ കുഴപ്പമില്ല, പോട്ടെ. ഡേയ് മക്കളെ, ആ റിഹേഴ്സൽ നമുക്ക് നോക്കണോടാ. അതിന്റെ കർട്ടനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പാട്ടം നിറ നോക്കട്ടെ. സർഗവേദികളെ യവനികഞ്ഞൊറിയുകയാ, ജീവിതമുഖപടമെഴുതുകയായി, കാലം കഥകളിൽ ഉണരുകയാ. അച്ഛാ, ഈ രാത്രിക്കുട്ടിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. പറയുമോളെ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന രഘുചേട്ടനുമായിട്ട് ഞാൻ ഇഷ്ടത്തില്ല. എന്നാ മോളെ, എപ്രകാരമാണോ ഒരുത്തന്റെ ഇച്ഛാശക്തി അനുസരിക്കുന്നുവെങ്കിൽ അവൻ ഉദാസീനനാണ് മോളെ, ഉദാസീനൻ. ഇത്രയും മതിയാ? ഇത്രയും മതി. അപ്പൊ ഞാൻ തന്നെ നായിക. നീ നായിക. എനിക്ക് ആരുടെ സമയത്ത് ചുമ്മാ കിടന്ന് വിളിക്കണം. ഹലോ ഹലോ ചേട്ടാ, ഓ ഞാൻ കൊറേ ആലോചിച്ചു. നന്ദിയേട് കാണിക്കാൻ എനിക്ക് പറ്റുമോ ചേട്ടാ? എനിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരാളെ പഠിപ്പിച്ച് അങ്ങോട്ട് വിടുന്നുണ്ട്. സന്തോഷമായില്ലേ ചേട്ടന്? പിന്നെ അയ്യോ സന്തോഷം. എല്ലാം കൂടെ കയറി വന്നാ ഇപ്പൊ ഞാൻ തിരിയാണ്. അവളടുത്ത് എന്തിനു പറയുമോ എന്തോ. ആരാ മനസ്സിലായില്ല? ആശയില്ലേ? ആശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല, ആരാ ഇവിടെ നാടക ട്രൂപ്പിൽ? ഞാനാണ് ഈ നാടകത്തിന്റെ മെയിൻ ആള്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ വണ്ടി ഓടിക്കും, സ്റ്റേജ് കെട്ടും, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സകലകലാ വല്ലഭൻ. സാറാണോ ഈ നാടകത്തിന്റെ സംവിധായകൻ? അതെ അതെ അതെ. അയ്യോ, ഞാൻ ഈ നാടകത്തിന്റെ സംവിധായകനെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാനൊന്ന് തൊട്ടോട്ടെ. സാധാരണ എന്നെ കാണുന്നൊരു ഓടി വന്ന് കെട്ടിപ്പിടിക്കാറാണ്. ഇങ്ങനെ പിടച്ചടിച്ച് വന്ന് കയറാ. ഇത് പൂട്ടാൻ പോണ ബിവറേജ് അല്ല കയറാനായിട്ട്. അല്ല, നമ്മുടെ ഈ ആശയില്ലേ, ആശ ഇവിടെ നായികയായിരുന്നല്ലോ. അപ്പം പകരം പറഞ്ഞു വിട്ട നായികയാ ഞാന്. പറഞ്ഞു വിട്ട സംഭവമാണല്ലേ? അതെ. ഇപ്പം നാടകത്തിലൊന്നും ഞാൻ അങ്ങനെ അഭിനയിക്കാറില്ല. വേറെ എന്തൊക്കെ സംഭവം ചെയ്യുന്നുണ്ടോ? ഞാനിപ്പം കൂടുതലും വെബ് സീരീസ്, പിന്നെ ഷോർട്ട് ഫിലിംസ്, പിന്നെ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ നല്ലതാ, കാരണം നമ്മൾ കഷ്ടപ്പെടുന്നു അതിലെത്താനാണ്. അങ്ങനെ അഭിനയിക്കാൻ വന്നതാ ഞാന്. കാരണം എന്റെ മനസ്സിൽ കണ്ട ഒരു നായിക എന്ന് പറഞ്ഞ നിങ്ങളാ. നിങ്ങൾ ഇത് പോക്കാ. ആരാ? ഇവിടെ ഒരു കഥാപാത്രത്തിന് ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. ഉണ്ടായിരുന്നു. സൂപ്പർ ഡയലോഗാണ്. അച്ഛനെയും അമ്മയും ചതിച്ച മോള് ഈ വീട്ടിൽ നിൽക്കാൻ കാരണമല്ല, പുറത്തു പോ. കിട്ടൊരു അമ്മയുടെ വേഷമുണ്ട്. അമ്മ വേഷോ? അമ്മ. അയ്യോ, അല്ല, നായിക. അമ്മ. നായിക. അമ്മ. നായിക. അമ്മ. നായിക. അമ്മ. നായിക. അമ്മ. അമ്മ. വന്നുടനെ കിടന്ന് അലക്കാതാ. നീ അമ്മ, നീ നായിക. അല്ല, നീ നായിക, നീ അമ്മ. എന്താ? നീ അമ്മ. നിങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. നമുക്ക് ആ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് മൊത്തം ബാക്കി സെറ്റ് ചെയ്തെടുക്കാന്നുള്ളത്. അയ്യോ, അത് പറ്റത്തില്ല. ഞാൻ തന്നെ അഭിനയിക്കും. ഞാൻ അഭിനയിക്കും. ഞാനൊരു കാര്യം പറയാം, ഇവർക്ക് കഴിവൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസാരം നീ നല്ല ഒരു കഴിവ് കാണത്തില്ല. എനിക്ക് കഴിവില്ലെന്നോ? ഞാൻ നന്നായിട്ട് ഡയലോഗ് പറഞ്ഞു, എല്ലാം നിങ്ങൾ പഠിപ്പിച്ചാ വിട്ടു തന്നത്. എവിടെ പഠിച്ചു? നിങ്ങളാണോ ഇതിന്റെ ഓണർ? ആണ്. You are the owner. So you should keep your responsibility. You have the responsibility because I am an actor, a lady superstar, becoming an upcoming actor. You know. ഞാൻ ഇതുപോലെ പറയാത്ത എന്താണെന്നറിയാമോ?
നാറും. എന്നാലും ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്ന് പറയല്. അതല്ലേ പറഞ്ഞത്, നാറും. നീ എന്തോ പറഞ്ഞത്? കുറെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാടകം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ തട്ടേ കയറി തെറ്റാതെ കളിക്കണം. അത് നാടകം. തെറ്റല്ലാതെ 4 സ്റ്റെപ്പ് നല്ലതുപോലെ കളിക്കണം. അത് നാടകം. പിന്നെ ഒരു നടിക്ക് പ്രധാനമായും വേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്താ? നല്ല അച്ചരപ്പൊടത. പറഞ്ഞ അച്ചരപ്പൊടത. അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാനേ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിച്ചിട്ടാ വന്നേക്കുന്നത്, അറിയാമോ? നീ എനിക്ക് അഭിനയിക്കുന്നത് കാണണം. ഞാൻ അഭിനയം പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. നീ എനിക്കത് കാണിച്ചായിരിക്കും. എനിക്ക് അഭിനയിക്കാൻ അറിയാം. എനിക്കത് കാണണം. പിന്നെ നിങ്ങളുടെ നാടകം. ഞാൻ ഒരു കാര്യം പറയാം. ഞാനാണ് ഇവിടുത്തെ ഡയറക്ടർ. ഞാൻ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കും. ഒരു സംഭവം ഇതിനകത്തോട്ട് ഡാൻസ് ഉണ്ട്. ആ ഡാൻസ് സൂപ്പറായിട്ട് കളിക്കുന്നവർക്ക് മാത്രമേ ഈ നായിക പ്രശ്നം കൊടുക്കത്തുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാകെ തയ്യാറായിക്കൊള്ളു. നീ അമ്മയാവാൻ തയ്യാറായി. അതെ കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു സാർ എന്റെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. നായിക ഇല്ല, നമുക്കൊരു 6.5 മണിക്കൂർ ഒരു പ്രിയദർശിനി ബസ് ഉണ്ട്. ഫ്രീ ആയിട്ട് വീട്ടിൽ പോക്കോ. അയ്യോ അല്ല, അപ്പൊ ഞാൻ അഭിനയിക്കാൻ വന്ന. നിങ്ങൾ അഭിനയിക്കട്ടെ. നിങ്ങളെ ഡാൻസ് അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്നതാ. നിങ്ങൾ ഏത് പൂനെയിലായാലും ശരി, എന്നാ എന്റെ മനസ്സിലുള്ള നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരേ ഒരു നായിക എന്റെ ഈ നായികയാണ്. നീയാണ് നായിക. മാറി 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 മാറി. എനിക്ക് നാടകത്തെ കുറിച്ച് എന്തറിയാടി? കുറച്ച് വെബ് സീരീസ്, സിനിമ സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ നാടകം പഠിക്കണമെങ്കിലേ കുറെ ഇത്തിരി ബുദ്ധി വേണം. കയറി ഇരുന്ന് പഠിക്കാൻ, തെറ്റില്ലാതെ കളിക്കാൻ. അതെങ്ങനെ 24 മണിക്കൂർ മൊബൈലിൽ ഇങ്ങനെ തൊട്ടിക്കൊണ്ടിരുന്ന ഇതൊക്കെ കാണാൻ പറ്റുമോ? സമയം കിട്ടുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കണം. നാടകത്തിന് വേണ്ടി ജീവൻ തികച്ച കുറേ ആൾക്കാരുണ്ട്, ജീവിച്ചവരും മരിച്ചവരും. ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ അറിയാം അത് ആരൊക്കെയാണെന്നറിയാവോ? ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. അപ്പൊ ഈ ഒരു ട്രൂപ്പിന്റെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ ജഡ്ജസിനടുത്ത് ചോദിക്കാം. ഷാജു ചേട്ടാ. നല്ല എനർജി ഉണ്ടായിരുന്നു. നമ്മൾ പെർഫോമൻസ് ആയിട്ട് ഭയങ്കര എനർജിയിലാണ് കളിച്ചത്. ശംഭുവൊക്കെ സ്റ്റേജ് മൊത്തം ശംഭുവിൻ്റെ ഒരു ഓട്ടവും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാം ഇതായിരുന്നു. എനിക്ക് തോന്നുന്നത് കൗണ്ടറുകൾ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ. പിന്നെ വിഷ്വലി ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഏരിയയും ക്ലൈമാക്സും ഈ പറയുന്ന നാടകത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രതിഭകൾ ലെജൻസിൻ്റെ ഒരു അതിൽ വെച്ച് ഫിനിഷ് ചെയ്തതും ഭയങ്കര മനോഹരമായിട്ട് തോന്നി. ഹ്യൂമറിൻ്റെ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു അത്രയും. കാരണം പിന്നെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണെന്ന് തോന്നി ഒരു പരിധി വരെ. പക്ഷേ നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സൂപ്പർ. താങ്ക് യു ചേട്ടാ. നസീർക്ക. നല്ല രസമായിരുന്നു നമ്മുടെ സെറ്റ്. ഒരു കളർഫുൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്ര ഫീലിങ്ങിൽ നമ്മളിരിക്കുമ്പോൾ അത്രത്തോളമാകുന്ന ഒരു കൗണ്ടറും കൂടി അതിലുണ്ടായിരിക്കുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും ആ സാധനം. നമ്മൾ ഇത്രയും പാടുപെട്ട് ഇത്രയും സാധനങ്ങൾ സെറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് മെനക്കെട്ടിരുന്ന കുറച്ചുകൂടെ കൗണ്ടറൊക്കെ കയറ്റി ഇത് കുറച്ചുകൂടെ കളർഫുള്ളാക്കി എടുക്കാമായിരുന്നു. കൗണ്ടറിൻ്റെ ക്ഷാമേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ കളികളിലൊന്നും ക്ഷാമം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ചിരിക്കാനുള്ള ഏരിയകൾ വളരെ കുറവായിപ്പോയി. അത് മാത്രമേ ഒരു നോട്ടത്തിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ നന്നാക്കുന്നവരാണ്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ളത് ചിരി കുറവാണെങ്കിലും നല്ല എനർജിയിലും നല്ല പവറിലും നിന്ന് കളിച്ച സംഭവം. അതിൻ്റെ കുറച്ച് കൗണ്ടറൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗംഭീരമാക്കാമായിരുന്നു. സാരമില്ല, ഇപ്രാവശ്യം ഇങ്ങനെ പോയി എന്നങ്ങ് വിചാരിക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം നന്നാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ബിജുകുട്ടൻ ചേട്ടാ. ഇത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആദ്യം ചെയ്തു വച്ചാക്കണ ആ ഒരു ഹൈപ്പ് അനുസരിച്ചാണ് നമ്മളീ പറയണതേ. നമ്മളും കാണുന്ന ആളുകളും അങ്ങനെയാണ്. കാരണം നിങ്ങളെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് അത്രത്തോളം വന്നില്ലെങ്കിലാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റണത്. എനിക്ക് തോന്നുന്നു ആ അറ്റ്മോസ്ഫിയറൊക്കെ നന്നായിട്ട് നിങ്ങളത് പ്രതിഫലിപ്പിച്ചു. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മറ്റേ കട്ടൗട്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പരിപാടി. പിന്നെ അതിനകത്ത് കുറച്ച് നാടകത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഗൗരവപരമായ കാര്യങ്ങളാണ്. ഒരു സൗന്ദര്യം ഉണ്ടായിട്ടോ ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് 2.5 മണിക്കൂർ തന്നെ ഡയലോഗ് പഠിച്ച് പറയണം. പിന്നെ എനിക്ക് തോന്നുന്നത് നാടകത്തിലെ ആ ലെജൻഡുകളെ നമ്മളെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ച് അങ്ങനെയാണ് കൊണ്ട് ക്ലൈമാക്സ് നിർത്തണത്. അത് എനിക്ക് തോന്നുന്ന ഒരു ഗൗരവമായിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനകത്ത് ഹ്യൂമർ
പശ്ചാത്തലം കുറവായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് 3 പേരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ശംഭുവൊക്കെ എനിക്ക് തോന്നുന്നത് സ്കിറ്റ് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കൗണ്ടറുകൾ കുറഞ്ഞത് പോയതുകൊണ്ടാണുള്ള പ്രശ്നങ്ങൾ. ബാക്കിയെല്ലാം ആ സോങ് സീനുകളും പിന്നെ ശംഭു വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ശംഭുവിൻ്റെ ഒരു നാടകത്തിൻ്റെ ശൈലി ഉണ്ടായിരുന്നില്ലേ, ആ മ്യൂസിക്കും ആ ഡയലോഗ്സൊക്കെ ഒരു നാടകത്തിൻ്റെ പ്രതീതി തോന്നിപ്പിച്ച്. പക്ഷെ അതിനകത്തൊന്നും തമാശകൾ അല്ലായിരുന്നു, കാര്യഗൗരവമുള്ള ഒരു ഇതുപോലെയാണ് നമുക്ക് തോന്നിയത് ഈ ക്ലൈമാക്സ് ഉൾപ്പെടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇപ്പം ഈ പറഞ്ഞു കൂട്ടിന് ഇതേ ഒരു കളിയിലുള്ളൊരു എന്താ ഒരു എനർജിയും തമാശയിൽ കൂടുതൽ എനർജിയും കാണിച്ചു കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു മാർക്ക് എത്രയാണ് എന്നറിയാം. നമുക്ക് ഷാ ചേട്ടൻ തുടങ്ങാം. ഒരു 7000. 7000. ഇക്ക? ഞാനും 7000. 7000. 14,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ബിജുക്കുട്ടൻ ചേട്ടൻ എന്താ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ചേട്ടാ പ്ലീസ് റിവീ. വിട്ട് കഴിഞ്ഞു, പിടിച്ചോ. 25,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. എന്തായാലും അടുത്ത തവണ കോമഡീസ് നിറച്ചിട്ട് നല്ലൊരു കിടിലൻ സ്കിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ശംഭു ചേട്ടന്റെ ഡാൻസ് ആക്ച്വലി നന്നായിരുന്നു കേട്ടോ. ഒരു ഫെമിനിൻ ടച്ച് ഉണ്ടായിരുന്നു. സാധാരണ ഫീമെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ റേഞ്ച് പിടിച്ചിട്ട് ഭയങ്കര ചിരിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര. അതിനിടയിൽ കൂടെ എനിക്ക് തോന്നുന്നത് ശംഭു ഡ്രസ്സ് ഇപ്പുറത്തായിരുന്നോ? പക്ഷേ അത് ഹ്യൂമർ ആയിപ്പോയി. കാരണം വെച്ചാൽ ആ പോകുന്നേ അതിനിടയിലേ, പക്ഷെ അത് നല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊരു 2 സീക്വൻസിൽ ഒന്നേ നന്നായിരുന്നേനെ. തിരിച്ചും ഈ പാട്ടിനിടയിൽ ഒന്നും ഓടാനുള്ള ഞാൻ ഡ്രസ്സിന്റെ ഞാൻ ഡ്രസ് എന്ത് ഫാഷൻ പിന്നെ ഇടാൻ പറ്റുന്ന. എന്തായാലും ചേട്ടന്മാരെ ഇപ്രാവശ്യം ഇങ്ങനെ ആവട്ടെ. നമുക്ക് അടുത്ത തവണ പിടിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്ത ഐറ്റവുമായി വരുന്നത് ആരാന്നറിയാവോ? നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഫേവറേറ്റ് സൈന്ധവ്, അനന്യ ആൻഡ് ദേവിലക്ഷ്മി. വേറെ ഇവിടെ വിളക്ക് കൊളുത്തിയില്ല, അതിനു മുമ്പേ അവൻ അവിടെ ലൈറ്റ് ഇട്ടു. ഈശ്വര, ഈ മാസത്ത് അവന്റെ കറണ്ട് ബില്ല് കൂടി 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 പോണേ ഈശ്വര. അറിയാലോ, എന്റെ ദുഷ്ട മനസ്സ് കൊണ്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എന്റെ അയൽവാസി അവൻ. ഞാനും എന്റെ കൊച്ചുമോളും മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഞങ്ങൾ നടന്നു പോണ വഴിയില്ല അവൻ കൊണ്ട് വേസ്റ്റ് ഇടുന്നത്. ഇനി അവൻ വേസ്റ്റ് ഇടാൻ വരുമ്പോ അവന്റെ കാല് തെന്നി അവൻ വീണ് അവന്റെ 2 കൈയും കാലും ഒടിഞ്ഞു പോണേ ഈശ്വര. അവനാ കിടന്ന കിട എന്നാ കിടക്കണേ. യോ, കിടന്ന കിട തന്നെ കിടന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെയാണ് ആശുപത്രി പോകും? അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് ഒരു കാലും ഒരു കൈയും മാത്രം ഒടിച്ചേക്കണേ ഈശ്വര. എന്റെ ഭഗവാനെ, എങ്ങനെയെങ്കിലും എനിക്ക് ആ സത്യം പറഞ്ഞാൽ അവന്റെ ശല്യം എനിക്ക് പറ്റത്തില്ല. അവൻ ആശുപത്രിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ തലയിലൊരു തേങ്ങ വീഴണേ ഈശ്വര. തേങ്ങ വീഴുന്നു ബോധം പോയിരിക്കുമ്പോ അവന്റെ തലയിൽ വീണ്ടും ഒരു വെള്ളരി വെട്ടണേ. ഇതെല്ലാം ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ ആ പാവത്തിനെ കൊന്നൊന്നും കളഞ്ഞേക്കല്ലേ. പാവം മനുഷ്യ ജീവിച്ചു പൊക്കോട്ട്. യോ, പെണ്ണ് കാണ്ടവരോട് ഈശ്വര ലോക സമസ്ത സുഖിനോ ഭവന്തു. എന്തായി കാണിക്കുന്നേ? അവൻ ജപിക്കാണ്. വിളക്ക് കത്തിച്ചിട്ടാണ് ഇരുന്ന് പ്രാകുന്നേ. അയ്യോ, ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞല്ലേടി എന്റെ മോളെ. മുത്തശ്ശിക്ക് പ്രായമായി വരെയാണ്. എന്തായാലും പറ്റിപ്പോയോ? എനിക്കറിയാടി. നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാ പിന്നെ എന്നെ ആര് നോക്കും? അതല്ല, എനിക്ക് എന്തെങ്കിലും പറ്റി ആര് ജോലിക്ക് പോകുന്നേ? നിനക്ക് വേറെ ഞാൻ തുണിക്കടയെ ജോലിക്ക് പോവാ. എന്തിന്? ഡിസ്പ്ലേയിലെ ബൊമ്മയായിട്ട് നിൽക്കാനാ? കട്ടവളെ, എടി നീ എന്നെ ഒന്ന് ചെറുപ്പത്തിൽ കാണണമായിരുന്നു. ഇതെല്ലാ പ്രായമായവരും പറയുന്നതാ. എന്റെ ചെറുപ്പത്തി ഒന്ന് കാണണമായിരുന്നു, എന്നെ ചെറുപ്പത്തി ഒന്ന് കാണണമായിരുന്നു. തടി, എടി നിന്റെ മുത്തശ്ശനെ എന്നെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടതാ. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും നന്നായി. രണ്ടാമതൊന്ന് നോക്കിയിരുന്നേ, മുത്തശ്ശി എപ്പോഴും രക്ഷപ്പെട്ടേനെ. ഇതെന്റെ അടുത്ത് തന്നെ വന്ന് പറയണം. നിന്റെ അമ്മയ്ക്ക് എന്റെ ഈ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല. നിനക്കാ എന്റെ ഈ സൗന്ദര്യം മൊത്തം കിട്ടിയത്. ആ കുറവ് എനിക്കുണ്ട്. ചെടി എന്നെ പറിച്ചു വച്ചേക്കും പോലെയാ നീ ഇരിക്കുന്നേ. പറിച്ചു വെച്ച വാടിപ്പോയില്ലേ? അതല്ലടി, ഞാൻ എങ്ങനെയാണോ അതുപോലെയാ നീ ഇരിക്കുന്നേ. നീ ഇന്നെങ്കിലും എനിക്കുള്ള ആ മുറിവെണ്ണ വാങ്ങിയോ? എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ മുത്തശ്ശി മറന്നോ? ആ എണ്ണയുടെ കാര്യമാണോടി ഞാൻ പറഞ്ഞത്. കാലിൽ തേക്കുന്ന മുറിവെണ്ണയുടെ കാര്യമല്ലേ? അല്ല, നീ എന്താ ഇന്ന് വരാൻ ഇത്ര താമസിച്ചത്? ആകെ ഒരു പ്രിയദർശിനി ഉണ്ട്, 1000 പെണ്ണുങ്ങളും ഉണ്ട്. അതിന് തള്ളിക്കാരി ഇങ്ങോട്ട് വരണ്ടേ? ഇന്നാണ് തുണിക്കളി സ്റ്റോക്ക് അടുപ്പിന്റെ ബഹളം. ഈ തീയിലും പുകയിലും കിടന്ന് കഷ്ടപ്പെടുന്നത് ആ സ്റ്റോക്കിൽ നിന്ന് ഒരു അടുപ്പ് നമുക്കും കൂടെ വാങ്ങിച്ചൂടായിരുന്നു. അയ്യോ, തീ കത്തിക്കുന്ന അടുപ്പല്ല,
കണക്കെടുപ്പ് മുത്തശ്ശി. തീ കത്തുന്നതല്ലെങ്കിൽ ആ അടുപ്പ് കണക്കാണെന്ന് എനിക്കറിയാം. അത് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട. മുത്തശ്ശി എന്താ പറ്റിയേ? ശ്വാസം മുട്ടലിന്റെ ക്യൂ ഇട്ട് തന്നതാ. എന്റെ പൊന്നു മുത്തശ്ശി, ഇങ്ങനെ ഗുളി കഴിച്ചിരിക്കാതെ മീൻ വിഴുങ്ങാൻ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മീന് വിഴുങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അയലയ്ക്ക് 400 രൂപ, ചാളയ്ക്ക് 600 രൂപ. പിന്നെ ഞാൻ എങ്ങനെ മീന് കൂട്ടി വിഴുങ്ങും? എന്റെ പൊന്നു മുത്തശ്ശി, ആ മീനല്ല, ശ്വാസം മുട്ടലിനും വലിവിനും ഉത്തരേന്ത്യയിൽ പോയി മീൻ വിഴുങ്ങുന്ന കാര്യമാ ഞാൻ പറഞ്ഞേ. അതിന്റെയൊക്കെ ആവശ്യം എന്തിനാ? മുത്തശ്ശിക്ക് ഇനി എത്ര കാലം എന്നാ? മുത്തശ്ശിക്ക് എത്ര കാലം ചോദിച്ചതാണ്ട് 2 കാല്. നീ ഇതിന് ക്ലാസ്സിന് വല്ലോ പോകുന്നുണ്ടോടി? എന്ത് തമാശ പറയാ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ലെങ്കിൽ നീ ഈ സാധനം ഇപ്പൊ ഇവിടെ പറയില്ല. അതല്ലടി ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി എത്ര കാലമെന്നും പറഞ്ഞ. പിന്നെ നമ്മളെ തെക്കേല സുധാകരൻ ഇവിടെ വന്നിരുന്നു. ഒരു കല്യാണാലോചനയും വന്നു. എവിടെന്നാ മുത്തശ്ശി കല്യാണം? ചെറുക്കൻ എന്താ ജോലി? ഏത് ചെറുക്കൻ? എടി, ആ സുധാകരൻ ഇവിടെ വന്നിരുന്നു ചോദിച്ചു, പെണ്ണിന് 10-22 വയസ്സാവുന്നില്ലേ, കല്യാണം ഒന്നും നടത്തുന്നില്ലേ? അപ്പൊ എനിക്ക് നിന്റെ കല്യാണം നടത്തണോന്നൊരു ആലോചന വന്നു. അതാ ഞാൻ പറഞ്ഞത്. എനിക്കും ചില ആലോചനകളുണ്ട്. അങ്ങനെ വാ എടി, നിന്റെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഇട്ട് നോക്കിയതാ. സുധാകരനും വന്നിട്ടില്ല, ഒരു കല്യാണാലോചനയും വന്നിട്ടില്ല. അതെ, ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കാരണവന്മാരുണ്ട്. കയറിപ്പോടി അങ്ങോട്ട്. അവിടെ പോയി നിന്ന് തണുപ്പടിച്ച് ഇല്ലാത്ത അസുഖം ഒന്ന് വരുത്തി വെച്ചിട്ടോ. പെണ്ണിന്റെ ഒരു നാണം. അവള് പറഞ്ഞത് ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരൊറ്റൊരുത്തി കഷ്ടപ്പെടുന്നോണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പഴയ ശീലങ്ങളൊന്നും അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? വിളമ്പിക്കോ, പ്ലേറ്റ് എന്തെങ്കിലും എടുത്തോണ്ടോ, വിളമ്പിക്കോ. ആരാ? ആദിത്യൻ. നീ ആദ്യത്തെ ആണെങ്കിലും അവസാനത്തെ ആണെങ്കിലും എനിക്കെന്താടാ? അയ്യ, അതല്ല പറഞ്ഞ, എന്റെ പേരാ പറഞ്ഞ ആദിത്യൻ. എല്ലാരും ആദ്യം വിളിക്കും. അല്ല, നീ എന്താ ഇപ്പൊ ഇവിടെ? മുമ്പ് അത്താഴ പട്ടിണിക്കാരുണ്ടോ ചോദിച്ചു. ചെവിയും കേക്കത്തില്ല. അല്ല, മുമ്പ് അത്താഴ പട്ടിണിക്കാരുണ്ടോന്ന് ചോദിച്ചില്ലേ? എടാ ചെറുക്കാ, ഒന്ന് പതുക്കെ പറയടാ. ആ പെണ്ണകത്തുണ്ട്. അവളെങ്ങാലും ഇത് കേട്ട് കഴിഞ്ഞാ മൊത്തോ കുഴപ്പവും. ആര് കേട്ടാലും എനിക്കറിയണ്ട. എനിക്ക് വിശക്കുന്നു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. നിങ്ങൾ ചോദിച്ചിട്ടല്ലേ വന്നത്? അത് കൊള്ളാം. എടാ, വിളിച്ചത് ഞങ്ങളുടെ മര്യാദ, വരാതിരിക്കുന്നത് നിങ്ങളുടെ കടമ. മനസ്സിലായോടാ? അത് കൊള്ളാലോ. വിളിച്ചോളത്തിയൊരു ചോറില്ലെന്ന് പറയുന്ന. എന്റെ പൊന്നു മോനെ, ഇവിടെ കഴിക്കാനാണേ ഒന്നുമില്ല. അത്താഴം വെച്ച് കഴിഞ്ഞാൽ പ്രാതല് വെക്കാറില്ല. അതെന്താ, അത്താഴം പ്രാതല് ഒരുമിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? അതല്ലടാ, വകയില്ലെന്ന്. മുത്തശ്ശി വാ കഴിക്കാം. ഞാനെങ്ങും കേട്ടില്ല. കാലന് കമ്പനി കൊടുക്കേണ്ട സമയം ഉമ്മാരി കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ മുത്തശ്ശി. മുത്തശ്ശി, എനിക്ക് വിശക്കുന്ന, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുവാ. മുത്തശ്ശി മുറുക്കോ? എന്നാ മുറുക്കാനെങ്കിലും എനിക്ക് എടുത്ത് ചതക്കാനാ. വെച്ചതിട്ട് വയ്യ. വയറ്റിലെ ചെല്ലണോന്നല്ലടാ, വെറ്റിലെ ചെല്ലം. വെറ്റിലെ ചെല്ലത്തിന്റെ കാര്യം പറയാ, വയറ്റിലോട്ട് വല്ലതും ചെല്ലുന്ന കാര്യം പറ. എനിക്ക് നിങ്ങൾ കഴിക്കാൻ തന്നില്ലേ, ഞാനിവിടെ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ നീ തന്നെ അവർക്ക് വല്ലതും കൊടുക്കണം. നിനക്ക് തരാൻ പോലും ഇവിടെ ഒന്നുമില്ല. ആ സമയത്താ എന്റെ പൊന്നു മോനെ, ഈ വരുന്ന 26-ാം തീയതി മുത്തശ്ശിയുടെ 60-ാം പിറന്നാളാ. അതിനന്ന് വരെ മുത്തശ്ശി ഉണ്ടാവൂ. അല്ല, അഷ്ടമൂർത്തി. എടാ, അഷ്ടമൂർത്തി അല്ലടാ, ഷഷ്ടിപൂർത്തി. അന്ന് വന്നേ ഞാൻ നിനക്ക് വയറ് നിറയെ സദ്യ കഴിക്കാം. ചോറ്, സാമ്പാർ, അവിയല്, പപ്പടം, ലാസ്റ്റ് പായസവും കൂട്ടി കഴിക്കാം. ഇത്ര സാധനം ഇവിടെ ഉണ്ടാക്കിട്ട് ഈ പായസം മാത്രം എന്തിനാ ഊട്ടി പോയി കഴിക്കണേ? ആ പായസം കൂടെ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. പാചാലക്കി തരി ഞാൻ കേട്ടോ. എടാ, ഊട്ടി പോയി കഴിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കൂട്ടി കഴിക്കാമെന്നല്ലേ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. എന്തായാലും നീ 26-ാം തീയതി ആവുമ്പോ വാ, അന്ന് നമുക്ക് സദ്യ കഴിക്കാം. അതെ മുത്തശ്ശി, ഈ 26-ാം തീയതി സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് ഈ ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങത്തില്ലേ, അതുപോലെ എന്തായാലും എനിക്ക് കഴിക്കാൻ തരാമോ ഇപ്പം? എന്റെ പൊന്നു മോനെ, ഇവിടെ ഒന്നുമില്ല. അത് ഞാൻ നിന്റെ അടുത്ത് ഒരു 100,000 തവണ പറഞ്ഞില്ലേ. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ? അതൊന്ന് ചോദിക്കാതിരിക്കുന്നേ വേദമുത്തശ്ശി. എന്റെ വീട്ടിലെന്ന് പറയുമ്പോ പാചകം അറിയാൻ പാടില്ലാത്തൊരമ്മയുണ്ട്. പിന്നെ പണിയെടുത്ത് കിട്ടുന്ന കാശ് മൊത്തം ഫാസ്റ്റ് ഫുഡ് മേടിച്ച് കഴിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനുമുണ്ട്. വീട്ടിലാണ് ഒന്നും ഉണ്ടാക്കാറില്ല എന്റെ മുത്തശ്ശി. നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നേ? ഇല്ലെങ്കിൽ മുത്തശ്ശി പറയും നീ എന്റെ വീട്ടിൽ പോയി കഴിക്കാൻ. എടാ, നിനക്ക് പുട്ടും കടലയും വേണോ അതോ കഞ്ഞിയും പയറും വേണോ? എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട, എനിക്ക് ഇവിടെ ഉള്ളത് തന്നാ മതി. അത് ആരുണ്ടാക്കുന്നു? എടാ ചെറുക്കാ, നിനക്ക് പുട്ടും കടലയും വേണമെങ്കിൽ ആ ജംഗ്ഷനിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടെ പോയി കഴിക്കും. ഇനി കഞ്ഞിയും പയറും വേണമെങ്കിൽ എന്റെ തൊട്ടപ്പുറത്തൊരു കഞ്ഞിക്കടയുണ്ട്, അവിടെ പോയി കഴിക്കും. എടാ, ഇവിടെ ഒന്നും കഴിക്കാനില്ലടാ. നീ പോവുകയാണെങ്കിൽ എനിക്കും കൂടെ എന്തെങ്കിലും വാങ്ങിക്ക്. അല്ല, ഞാനെന്തോ പറയാം. ആരാ മുത്തശ്ശി?
ഈ നരച്ച വിഗും വെച്ചിരിക്കണ എന്നെ കണ്ടറിഞ്ഞൂടെ? ഞാനാണ് മുത്തശ്ശി. അതല്ല, അതാരാന്ന് എനിക്കറിയാൻ മേലെ തിരിച്ചോറ ചേച്ചിന്നും പറഞ്ഞ് കയറിയിരിക്കണ ഇരിപ്പാണ്. ടീച്ചർക്ക് എന്റെ പേര് ആദ്യം നിനക്ക് എങ്ങനെയാടി അറിയാം? പേരോ ഒരു അന്യപുരുഷനെ പെട്ടെന്ന് കണ്ടപ്പോ ആദ്യം എടുത്തു പോയതാ. ആദ്യം എനിക്കും ഉണ്ടായിരുന്നു എന്റെ മോളെ. സത്യം പറ, താൻ ആരാടോ? അല്ല, അത്താഴ പട്ടിണിക്കാരുണ്ടോ ചോദിച്ചു. മോളെ നല്ലൊരു തങ്കപ്പട്ട ചെറുക്കനടി. അത്താഴ പട്ടിണിക്കാരുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അത്താഴോട്ടേക്ക് എങ്ങനെയാ പട്ടിണിയാവുന്നേ? എന്റെ പൊന്നു മോളെ, നമ്മുടെ തറവാടിന്റെ മഹിമ നിലനിർത്താൻ വേണ്ടി അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അത് കേട്ട് വന്നവനായി ഇവൻ. എനിക്ക് ബിരിയാണിയോ മന്തിയോ പൊതിച്ചോറോ എന്തേലും കേട്ടോ. മുത്തശ്ശി അത്താഴ ഭക്ഷണിക്കാരെ വിളിച്ച് അല്ലാതെ ആക്രമണക്കാരെയൊന്നും അല്ല. നമ്മളെ വീട്ടിൽ വന്ന് കയറുന്നവരടുത്ത് ഇങ്ങനെ മുഖത്തടിച്ചത് പോലെ ഓരോന്ന് പറഞ്ഞായിരുന്നു. നൈസായിട്ട് ഒഴിവാക്കണം. മുത്തശ്ശി താണ്ട ഇപ്പൊ കാണിച്ചുതരാം. എടാ മോനെ, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് മുത്തശ്ശി അകത്ത് പോയി നോക്കിയിട്ട് വരാം. നൈസായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണല്ലോ ദൈവമേ നൈസായിട്ട് ഒഴിവാകുന്നത്. എന്തോ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് നീ എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാന്ന് പറഞ്ഞ നീ എന്നെ പറ്റിച്ചോ. അതുകൊണ്ട് എനിക്കൊരു വാശി തോന്നി നിന്റെ വീട്ടിൽ വന്ന് നിന്റെ വീടിന് ആഹാരം കഴിക്കണമെന്ന്. അയ്യാണ് ഇങ്ങോട്ട് വന്നത്. എങ്ങനെ വീടിന്റെ അകത്ത് കയറുമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്റെ മുത്തശ്ശിയുടെ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്നുള്ള ഈ വിളി കേട്ടത്. ആ ഗ്യാപ്പിൽ ഞാൻ ഇങ്ങോട്ട് കയറി. ആദ്യമേ പോയെ മുത്തശ്ശി അറിഞ്ഞ പ്രശ്നം നിനക്കറിയോ? ആന അമ്പാരി ഉണ്ടായിരുന്ന തറവാടാ. ഓഹോ, അംബാനി ആയിരുന്നല്ലേ ഈ വീട്ടിൽ ആനപ്പാപ്പാൻ? അമ്പാനി അല്ല, അമ്പാരി. അത് മാത്രമല്ല, നാടക അക്കാദമിക്ക് വർഷാവർഷം സംഭാവന എടുക്കുന്ന ആളാ എന്റെ മുത്തശ്ശി. എന്ത് സംഭാവന? അവിടെ നീ വരുന്ന ഒരു അമ്പലം കണ്ടായിരുന്ന? അവിടെ എല്ലാ ഉത്സവത്തിനും നാടകത്തിന് 51 രൂപ സംഭാവന കൊടുക്കും. എല്ലാത്തൊരു സംഭാവന. നീ ഇറങ്ങിപ്പോയെ. ഞാൻ പോവില്ല. നീ എന്തിനാണ് എന്നോട് പിണങ്ങിയിരിക്കുന്നത്? അയ്യോ, അത് നിനക്ക് അറിഞ്ഞൂടല്ലേ? നിന്റെ പിറന്നാൾ നിന്റെ വീട്ടുകാരും കൂട്ടി എങ്ങോട്ടാണോ നീ പോയേ? ഞങ്ങള് മൈസൂർ പാലസ് കാണാൻ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോന്നോ നീ പറഞ്ഞേ? മൂന്നാറ് പൂത്ത നീലക്കുറിഞ്ഞി കാണാൻ. നിന്റെ വീട്ടുകാർക്ക് നല്ലതും പൂത്തതും വിളിച്ചത് എനിക്കല്ലേ? നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കത്തുള്ളൂ. അതൊക്കെ പോട്ടെ. എനിക്ക് പുതിയ സ്മാർട്ട് വാച്ച് വാങ്ങി തരാന്ന് പറഞ്ഞു. നീ എന്താ വാങ്ങി തരാത്തെ? നീ ഓൾറെഡി സ്മാർട്ട് അല്ലേ? ഇനി സ്മാർട്ട് വാച്ചിന് മേടിച്ചത് നിന്നെ ഓർ സ്മാർട്ട് ആക്കണോ ഞാൻ? എനിക്ക് വെച്ചേക്കുന്നത് നീ എനിക്ക് കഴിക്കാൻ എന്തായാലും എടുത്തതാ. ഇത് എന്ത് തറവാടാണ് ഇത്? അത്താഴ പ്രശ്നക്കാരുണ്ടോന്ന് ചോദിച്ചിട്ട് കഴിക്കാനില്ലെന്ന്. ഇത് എന്ത് തറവാടാണ്? അതെ, ഈ അത്താഴപ്പട്ടിന് കിടക്കുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുക്കണം. അതാണ് ഒരു തറവാട്ടിന്റെ മഹിമ. നീ ഇനി ഇവിടെ കിടന്ന് കൂടുതൽ ബഹളമൊന്നും വെക്കണ്ട. ഇന്നാ നിനക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളതുണ്ട്. എന്ത് ഇപ്പൊ നിനക്കൊന്നും പറയണ്ടേ? ദുമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറ. എന്ത്? എനിക്കിതല്ലാതെ വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. നീ കഴിക്കടാ അങ്ങോട്ട്. കഴിച്ചോട്ടെ. അല്ല, ഇതെന്താ കറി? സാമ്പാർ. ഇത് സാമ്പാറല്ല, പെരിയാറി പച്ചക്കറി ഒഴുകി പോകുന്നല്ല പോകുന്നത്. ഇതെന്തുവാ? കോട്ടക്കറി. കൂട്ടാനുള്ള കറിയാന്ന് മനസ്സിലായി, പക്ഷെ ഇത് ഉപ്പില്ല. എന്നാ ഇച്ചിരി മോര് വെള്ളമെങ്കിലും കുടിക്കാം. അയ്യേ, ഇതെന്തോന്ന് മോര് വെള്ളം? പുളിയുമില്ല. നിങ്ങൾക്ക് ഇത്തിരി കറിവേപ്പിലയോ ഇത്തിരി മുളകെങ്കിലും ഒടിച്ചിടായിരുന്നല്ലോ. അത് മോരും വെള്ളമല്ലടാ, കഞ്ഞി വെള്ളവാ. നീ എന്റെ തറവാട്ടിലാ വന്നേക്കുന്നെ, അല്ല തറവാട് ഹോട്ടലൊന്നും അല്ല. മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയെ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും കാലം മുത്തശ്ശി ഈ ഭക്ഷണമല്ലേ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്നത്. വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ, അല്ലെങ്കിൽ നീ കഴിക്കണ്ട. നിന്റെ പിറന്നാളായോണ്ടാ ഞാൻ ഒന്നും പറയാത്തെ. ഈ ചെറുക്കന്റെ പിറന്നാളാണെന്ന് നിനക്ക് എങ്ങനെയാണ് അറിയാം? എന്റെ മുത്തശ്ശി, ഞാനൊരു സത്യം പറയാം. ഞാൻ ഇവളും തമ്മിൽ ഇഷ്ടത്തില്ല. ഇന്ന് എന്റെ പിറന്നാളാ. അപ്പം ഇവൾ എന്റെ കൂടെ വന്ന് ആഹാരം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവൾ എന്നെ പറ്റിച്ചു. അതുകൊണ്ട് എനിക്കൊരു വാശി തോന്നി ഇവളുടെ വീട്ടിൽ വന്ന് ഇവളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന്. അത് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യം പറയടി, ഞാൻ ഈ കേട്ടത് സത്യമാണോ? പറയടി, ഞാൻ ഈ കേട്ടത് സത്യമാണോ? സത്യമാ മുത്തശ്ശി. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ മുത്തശ്ശിയെ പറ്റിക്കായിരുന്നല്ലേ? എന്തായാലും പിറന്നാളായ സ്ഥിതിക്ക് മുത്തശ്ശി പോയി തോക്കെടുത്തിട്ട് വരാം. പിറന്നാളിനെ തോക്കല്ല എടുക്കേണ്ടത്, കേക്കാണ് എടുക്കേണ്ടത്. കേക്കല്ല എടുക്കേണ്ടത്, തോക്കാണ് എടുക്കേണ്ടത്. ഇതുപോലെ വീട്ടില് വലിഞ്ഞു കയറി വരുന്നവന്മാരെ വെടിവച്ച് കൊല്ലണം. അയ്യോ, ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. അപ്പം സ്കിറ്റ് കഴിഞ്ഞു, നമുക്കിനി നേരെ അഭിപ്രായങ്ങളിലേക്ക് പോകാം അല്ലേ? അജയേട്ടാ. ദേവി, അനന്യ, സൈന്ധവ്, നല്ലതായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു 3 പേരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ദേവിയുടെ മുത്തശ്ശി. അത് തുടക്കം മുതൽ അവസാനം വരെ മോളാ വോയിസിൻ്റെ ആ റെൻഡറിങ് ഒക്കെ ഉണ്ടല്ലോ, അമ്മൂമ്മയുടെ ആ വിറയൽ, അതൊക്കെ പിടിച്ച് ത്രൂട്ട് നിന്ന് ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ കള്ളക്കാമുകൻ, നീ ആസ്ഥാന കാമുകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ കാമുകനായി, നീ ഇങ്ങനെ റൊമാൻറ്റിക്കായി എന്ത് ചെയ്യൂടാ? ഞങ്ങളൊക്കെ എന്ത് ചെയ്യും?
ഈ ബിജുക്കുട്ടൻ എങ്ങനെ ജീവിക്കും? ഇവൻ പല ഭാവത്തിലും പല രൂപത്തിലും വരും. അല്ല ഞങ്ങൾ കണ്ടുപഠിക്കണം നിന്നെ കുറിച്ച് നിന്നെ. അതല്ല ഒരു ഒറ്റ അത്താഴ പ്രശ്നക്കാരയിലൊക്കെ പിടിച്ച് നീ കയറി വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ റൊമാൻറ്റിക്കിന്റെ അങ്ങേയറ്റത്തെ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു. സൈന്ധവൻ നന്നായിരുന്നു നിങ്ങൾ കേട്ടോ. ഇതിനിടയ്ക്ക് ആകെ ഉള്ള ഒരൊറ്റ കുഴപ്പം എന്നാണെന്നറിയോ? നിങ്ങൾക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. എന്തായിരുന്നു? കൗണ്ടർ. നടുക്കുന്ന് അനന്യ പറഞ്ഞു കൗണ്ടർ എന്ന്. സൈന്ധവം ഇങ്ങനെ ആലോചിക്കുക, കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ലതുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ, നമുക്ക് കുറച്ചുകൂടെ ഒക്കെ വേണം, എന്നാലേ അങ്ങോട്ട് കയറുള്ളൂ. ഒരേപോലെ നിങ്ങളിങ്ങനെ പോകുന്നതിനിടയിൽ പടപടാന്ന് വന്നാലാണ് ഇവർ ചിരിക്കാനും കൈയടിക്കാനും റെഡിയായിട്ടിരിക്കുക. പക്ഷെ ഇടയ്ക്കിടയ്ക്കല്ലേ അത് വന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പടപടാന്ന് കൗണ്ടർ വന്നാൽ 100-100 നിങ്ങൾ കലക്കി കളഞ്ഞു. അടിപൊളി. താങ്ക് യു ചേട്ടാ. ആസിസിക്ക, നിങ്ങൾക്ക് എന്താണ് തന്നത് അത് നിങ്ങൾ ഗംഭീരമാക്കിട്ടോ. നിങ്ങൾക്ക് തരുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പെർഫോമിൽ നിങ്ങൾ 3 കിഡുവാണ്. കാരണം ദേവിയും അനന്യയും ഇരട്ടകളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ് അല്ലേ? കറക്റ്റ് മറ്റേ ചെറുമോളായിട്ട് കറക്റ്റ് ഫീൽ ചെയ്ത് ആ ശബ്ദം പോലും നമുക്കത് ഫീൽ ചെയ്ത്. ഇപ്പം പറഞ്ഞില്ലേ, എൻ്റെ സൗന്ദര്യം കിട്ടിയിരിക്കുന്ന നിൻ്റെ അമ്മയ്ക്കല്ല നിനക്കാണെന്നൊക്കെ പറയുമ്പോൾ അത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ് ദേവിയുടെ അതേ സൗന്ദര്യം അനന്യക്ക് കറക്റ്റ്. പിന്നെ ഇങ്ങനെ ഇരുന്നാലും പ്രേമിക്കാൻ മനസ്സിലായില്ലേ? നിങ്ങളെ 3 പെർഫോമൻസ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ഇവിടുത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറാണ് നിങ്ങളൊക്കെ. നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്, ഗംഭീര ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. വീണ്ടും ഇത് കണ്ടില്ലേ മോള് ദേവിയൊക്കെ ചെയ്യുന്ന ആ മുത്തശ്ശിയൊക്കെ ചെയ്ത ആ സൗണ്ട് വേരിയേഷൻ, ആ ബോഡി ലാംഗ്വേജ്, ആ കറക്റ്റ് പിടുത്തം, ഇതൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തത്, അടിപൊളിയായിട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ലത് തരണം, വഴക്കുണ്ടാക്കണം കേട്ടോ. ഗ്രൂമേറ്റ്സിൻ്റെ അടുത്തൊക്കെ പറയണം, ഞങ്ങൾക്ക് നല്ല കൗണ്ടർ നല്ലത് എന്ന് പറയണം കേട്ടോ. അടിപൊളിയാക്കണം കേട്ടോ. ചേട്ടാ, ദേവി, അനന്യ, സൈന്ധവേ, 2 മിടുക്കികളും ഒരു മുട്ടുകനും. അല്ല, നിങ്ങളുടെ ഗെറ്റപ്പ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് ദേവിയുടെ ആണെങ്കിലും ആ സെറ്റും അതുപോലെ വിഗും വോയിസ് മോഡുലേഷനും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ അനന്യ നല്ല രസമായിട്ടുണ്ട്. മേക്കപ്പ് ആയാലും സാരി ഉടുത്തതും എല്ലാം മേക്കപ്പ് ഒക്കെ രസമായിട്ടുണ്ട്. ഈ പറഞ്ഞ സൈന്ധവൻ്റെ മീശ, താടി എല്ലാം ഈ മിടുക്കനും മിടുക്കികളും എന്ന് പറഞ്ഞോളം തന്നെയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസും. ആദ്യം മനോഹരമായിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു. കാരണം നമുക്ക് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ജനങ്ങൾക്ക്, പിള്ളേർ ഉഗ്രനായിട്ട് അഭിനയിച്ച് പ്രകടനം കാഴ്ചവെച്ചെന്ന്. പക്ഷെ തമാശകൾ അവർക്ക് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ സാധനങ്ങൾ പറയാമെങ്കിൽ. ഇപ്പം നിങ്ങൾ 3 പേരും ആദ്യം തൊട്ട് അവസാനം വരെയും ആ ക്യാരക്ടർ പിടിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടേ ഉണ്ടായിരുന്നില്ല ക്ലൈമാക്സ്. അത് ഗംഭീരമാണത്. അപ്പം ജനങ്ങൾക്കറിയാം തമാശ തരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. എത്ര കൗണ്ടർ കുറവാണെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് 100-100 കേട്ടോ. അതൊരു ആർട്ടിസ്റ്റിന്, ഒരു കലാകാരനായാലും കലാകാരിയായാലും അത് ഞാൻ നേരത്തെ പറയാറുണ്ട്, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തമാശ ഇവിടെ ആവശ്യമാണ്, അത്യാവശ്യമാണ് തമാശ. അതില്ലെങ്കിൽ പോലും റേഞ്ച് താത്താതെ കളിക്കുന്നത് അതൊരു മനോധർമ്മമാണത്. അത് ചിരിക്കണ്ടെന്ന് നോക്കണ്ട, അത് ചില സ്കിറ്റ് അങ്ങനെ ആയിപ്പോകും. എങ്കിലും എപ്പോഴും അങ്ങനെ ആവരുത്. അപ്പോൾ ആ റേഞ്ച് വിടാതെ കളിക്കുന്നത് നല്ല കലാകാരന്മാർക്കും നല്ല കലാകാരികൾക്കുള്ള ഒരു ഉദാഹരണമാണത്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം നികത്തിയിട്ട്, എല്ലാം എന്നല്ല കോമഡി മാത്രം മതി, ബാക്കിയെല്ലാം കറക്റ്റാണ്. ആ കോമഡി കൂട്ടിയിട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ, അപ്പൊ നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ ഈ ഒരു സ്കിറ്റിന് എത്ര മാർക്ക് കൊടുക്കും? ഞാനൊരു 4000 രൂപ കൊടുക്കാം. 4000. ഓക്കെ. ആസിസിക്ക, ഇവർ 3 പേർക്കും കൂടെ 4 രൂപ കൊടുക്കും. 4 രൂപ. ഓക്കെ, അപ്പൊ ടോട്ടൽ 8000 രൂപയായിട്ടുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്രു ചേട്ടനാണ്. ചേട്ടാ പ്ലീസ് റിവീൽ. 10,000 ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഈ ഒരു സ്കിറ്റിന് വേണ്ടി നേടിയിരിക്കുന്നത്. സാരില്ല, നമുക്ക് ഇനി ഗ്രൂമേഴ്സിന്റെ അടുത്ത് കൗണ്ടറൊക്കെ ചോദിച്ച് പഞ്ചടിക്കുന്ന ഒരു സ്കിറ്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കാര്യക്കാര് നമുക്ക് വീണ്ടും നാളെ വരാം അല്ലേ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.